എന്തെങ്കിലും 4 അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും ഗോൾഡും ഡയമണ്ടും ഒരുമിച്ച് വരും. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടും കേട്ടൊക്കെ നമ്മൾ പഠിക്കണേ. രണ്ടാമത് 100 ആള് കണ്ടു. 100 ആളെ കാണുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞ 100 ആളെ എന്റെ വീഡിയോ ചെറിയ വീഡിയോകള് സഹായിക്കണം എന്ന് പറഞ്ഞു. പല ആൾക്കാരും എന്റെ ഫയലൊക്കെ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ കണ്ടു ഒരു വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോയ സമയത്ത് നന്നായി ഒക്കെ നോക്കിപ്പോകും. കുറെ ആളുകളുടെ കുറെ സ്നേഹവും പിടിച്ചു പറ്റാൻ പറ്റി. പാട് പാട്ട് പൊളിച്ചു. എന്നോട് പ്രണയൊന്നുമില്ലോ, കല്യാണം കഴിഞ്ഞല്ലേ? അത് ഒരെണ്ണം കഴിച്ചാണ്. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സ്. ഇന്ന് സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സിൽ എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ജോബി ചുവന്നമണ്ണാണേ. നമസ്കാരം. അതെ, ജോബിയേട്ടനെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരും കാണുന്നത് ഈ ഒരൊറ്റ ഡയലോഗിലാണ്. എന്റെ പൗർണമി, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് സംസാരിക്കാൻ, അതായത് പ്രത്യേകിച്ച് പെൺപിള്ളേരോടൊക്കെ ഈ ഒരു അടുത്ത കാലത്താണ് ഞാൻ 4 ആൾക്കാരുടെ ഇപ്പൊ ഈ നിങ്ങൾക്ക് പണ്ടത്തെ എന്റെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കണ്ടറിയാം. എനിക്ക് ശരിക്കും നാവൊന്നും വഴങ്ങില്ലായിരുന്നു. എന്തെങ്കിലും 4 അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും ഗോൾഡും ഡയമണ്ടും ഒരുമിച്ച് വരും. കാരണം എന്താ വെച്ചാൽ അത്ര പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലാത്ത ആളാ. പക്ഷെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് സത്യമായിട്ടും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഇപ്പോഴും ഞാനൊരു ബ്ലോഗർ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്ത് ബ്ലോഗർ, എന്തെങ്കിലുമൊക്കെ കാണുന്നു, എന്തെങ്കിലുമൊക്കെ പറയണു. പക്ഷെ ഇന്ന് വരെ നമ്മള് ഞാൻ പറയുമ്പോ സ്റ്റക്കായി പോകണ്ട. എനിക്ക് പറയാനായിട്ട് അവസരം എന്റെ പ്രശ്നം തുടങ്ങിയാണ്ടല്ലോ, എനിക്കാണെങ്കിൽ നിർത്താൻ പറ്റില്ല. സംസാരിക്കാനായിട്ട് ചോദിച്ചോ നല്ലത്. ഞാൻ തുടങ്ങാന്നല്ലേ? ഓക്കെ, അപ്പൊ തൃശ്ശൂർ ഭാഷയാണ് ചേട്ടൻ സംസാരിക്കണത്. എങ്ങനെ ഇത്രയും നല്ല രീതിക്ക് തൃശ്ശൂർ ഭാഷ ഇങ്ങനെ കൈകാര്യം ചെയ്യണത് എങ്ങനെയാന്നാ? എന്തുട്ട് ഭാഷ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉണ്ടേ. ശരിക്കും ആണോ? ശരിക്കും തൃശ്ശൂർ ഭാഷ അത് പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കും പറയും, ജോബി ചേട്ടാ ശരിക്കും തൃശ്ശൂരുകാരെ എങ്ങനെയാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജോബി ചേട്ടൻ പറയണെന്ന് പറയും. ഞാൻ ഒന്നാമത്തെ കേസ് നമുക്ക് പൊതുവായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആകെ 9ൽ 3 കൊല്ലം ഞാൻ തോറ്റത്. എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് എന്നെ 3ൽ 4ാമത് മാഷ് തോൽപ്പിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിക്കുന്നു പറഞ്ഞു. ഞെട്ടി കേരളം മുഴുവൻ 3/4 മാർക്ക് കണക്കിന് ഭയങ്കര മാർക്കായിരുന്നു. ഞാൻ പറയില്ല, ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടും കേട്ടൊക്കെ നമ്മൾ പഠിക്കണേ. എവിടെ പറഞ്ഞു നിർത്തിയ ഓർമ്മ മറന്നു പോയി. തൃശ്ശൂർ ഭാഷ. അപ്പൊ തൃശ്ശൂർ ഭാഷ നല്ല രസമുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. പിന്നെ എന്റെ ഈ സൗണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി സൗണ്ടായിരുന്നു. പാറപ്പുറത്ത് ചിരട്ട പോലെ ഇട്ട് ഇറക്കുന്ന സൗണ്ടാ. പക്ഷെ ഈ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ചെന്നിട്ട് രാത്രിയൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചേട്ടാ എവിടെ സ്ഥലം, ഈ സ്ഥലം എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ഈ സൗണ്ട് കേട്ട് ജോബി ചോന്നമണ്ണല്ലേ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആളുകൾ. അത് ഭയങ്കര ശബ്ദം. ശരിക്കും ഇത്രയും കേരള ജനത മുഴുവനും ചേട്ടന്റെ ആ ഒരു വ്ളോഗുകളും അതുപോലെ ഈ സംസാരം ഒക്കെ കയ്യിലേറ്റി. അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തൃശ്ശൂർ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ പോകാൻ പറ്റാറുള്ളൂ. പക്ഷെ ദൈവം സഹായിച്ച് ഒരു 100 രൂപയ്ക്ക് വേണ്ടി ഒരു കാലത്ത് ഒരുപാട് ആൾക്കാരുടെ കൈ നീട്ടിയിട്ടുണ്ട്. ഒരു നല്ല ഇറച്ചി ഓട്ടോറിക്ഷ ഓടിക്ക് വരുമ്പോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഒരു 100 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഇറച്ചി കൂട്ടി ചോറിനാൻ കൊതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ സൈഡിൽ ഹോട്ടലിൽ ഇരുന്നിട്ട് അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നോക്കിയിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ 100 കണക്കിന് ആൾക്കാർക്ക് നമുക്ക് എത്ര കിലോ ഇറച്ചി വേണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരുപാട് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുറെ സിനിമാ പ്രാന്ത് തിരക്കി പിടിച്ചാൽ നടന്നായിരുന്നെ. അങ്ങനെ ഞാൻ ഈ തൃശ്ശൂർ ടൗണില് എന്താ പറയാ ഈ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് കുറെ നടന്നു. അങ്ങനെ ഞാന് ഒരു പ്രൊഡ്യൂസർക്ക് തേടിയൊക്കെ കുറെ നടന്നിട്ട് ആരും നമ്മളൊന്നും ആക്കില്ല എന്നൊരു അവസ്ഥ കണ്ടപ്പോ ഞാൻ തന്നെ ആകെ 300 രൂപ ചെലവ് പള്ളിയിലെ അച്ഛന്റെ മക്കളെയും പിള്ളേരെ കൂട്ടിപ്പിടിച്ച് ഷോർട്ട് ഫിലിം പിടിച്ചു. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ഒരു സിനിമാഭിനയമായിരുന്നു. ഒരു കാലത്ത് പത്രം തുറക്കണത് തന്നെ അഭിനേതാക്കളെ ആവശ്യമുണ്ട്. അങ്ങനെ എന്റെ 500, 1000 10 വർഷം മുമ്പ്. ഇതിപ്പോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 6, 5 എത്ര വർഷമായി ആർക്കറിയാതൊക്കെ. അതങ്ങനെ അതിന്റെ വഴി കൂടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ അല്ലല്ല, ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഫേസ്ബുക്ക് സാധാ ഇതിലിടും. പിന്നെ ഒരു പേജ് തുടങ്ങി തന്നു. പിന്നെ അങ്ങനെ പേജിൽ നിന്ന് അങ്ങനെ എന്താ പറയാ, ആദ്യം 10 ആളൊരു വീഡിയോ കാണുക, രണ്ടാമത് 100 ആള് കണ്ടു. 100 ആളെ കാണുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞ 100 ആളെ എന്റെ വീഡിയോ ചെറിയ വീഡിയോകള്. അപ്പൊ ഞാൻ ദൈവമേ കനാലും പുറത്തോടെയൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയും, ഞാനിങ്ങനെ തുള്ളി ചാടി നടന്ന് പ്രാന്താവും എനിക്ക് 100 ആളൊക്കെ കണ്ടുവന്ന്. അപ്പൊ
സത്യത്തിൽ അത് ആരെങ്കിലും കണ്ടെങ്കിൽ ഇവര് വട്ടാന്ന് തന്നെ. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ പറഞ്ഞവരൊക്കെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ എന്തോരം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവര് പ്രാന്താ, വണ്ടി ഓടിക്കാൻ പോകുമ്പോ ഞാൻ 500 രൂപ കൂടെ അങ്ങോട്ട് പോകും, തിരിച്ചു വരുമ്പോഴും എന്റെ ചിലപ്പോ 500 ഉണ്ടാവില്ല. അപ്പൊ ഭാര്യ എന്നോട് ചോദിക്കുക, ഇച്ചായ നിങ്ങൾ വണ്ടിയൊക്കെ കയറുന്നവർക്ക് പൈസ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇത് എവിടെയെങ്കിലും സിനിമ ഷൂട്ടിങ് കണ്ട സിനിമ എന്ന് പറഞ്ഞ പ്രാന്താണ്. ദൈവം നമ്മളെ വഴി തിരിച്ചിങ്ങനെ വിടുന്നത് രണ്ട് ഇതിലേക്ക്. നമ്മൾ ആ ലെവലിൽ ഒന്നും ആവാൻ പറ്റാത്തോണ്ട് ദൈവം ഇവിടെ അതിലും മേലെ നമ്മളെ അതൊക്കെ മേലെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാ. അങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ടൗണ് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും തന്നിട്ടുള്ളതാണ്. ഈ ഫയലും സാധനങ്ങളും ഒക്കെ കൊണ്ട് ഇവിടുത്തെ വലിയ ജ്വല്ലറിക്കാരുടെ അടുത്തും തൊടിക്കാരക്കാരുടെ അടുത്തൊക്കെ ഞാൻ കയറും. എനിക്ക് ഇന്ന ചാനലിൽ ഒരു ചെറിയ പരസ്യം തരണം, 100 രൂപ തരണം, 200 രൂപ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പല ആൾക്കാരും എന്റെ ഫയലൊക്കെ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇന്ന് എന്നെ അതിൽ പലരും നേരിട്ടും അല്ലാതെയും വിളിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ ചെയ്തു തരുമോ, എത്ര ലക്ഷം രൂപയാണ് ജോബി അല്ലെങ്കിൽ എത്ര പൈസയാണ് ഉദ്ദേശിക്കുന്നത് തരാൻ തയ്യാറാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവരോട് വിഷമമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, അത് അന്നത്തെ സാഹചര്യത്തിൽ അവര് അതങ്ങനെ പറ്റുള്ളൂ എന്ന്. ഇപ്പൊ ചില കാര്യങ്ങൾ എന്നോട് പറയുമ്പോ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കാന്നുള്ളതാണ്. എത്ര വ്യൂവേഴ്സ് ആണ് ചേട്ടന്റെ വ്ലോഗുകൾ? 12 മില്യൺ വരെ ഇപ്പൊ നോർമലി കണ്ട വീഡിയോകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 120 പേരിൽ നിന്ന് ഏകദേശം 12 മില്യണിൽ എത്താനായിട്ടുള്ള ഒരു അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇത് എന്റെ കഴിവൊന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിഞ്ഞിട്ട് ഇന്ന് വരെ ഒരാളെയും ജനങ്ങളെ നമ്മൾ ഒരിക്കലും ആവില്ല. പിന്നെ എന്റെ മണ്ടത്തരം കൊണ്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്നു, അപ്പൊ അതൊക്കെ പരമാവധി ഞാൻ നോക്കി ചെയ്യും. പിന്നെ അറിവില്ലായ കൊണ്ട് ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട്. അല്ലാണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ശരിയാണ്, പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ വ്യത്യസ്തമായ കണ്ടന്റുകൾ വരിക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ 5.5-6 ലക്ഷം അങ്ങോട്ട് ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പൊ. അപ്പൊ ഒരുപാട് ആൾക്കാർ വിളിക്കും. പിന്നെ ഫോളോവേഴ്സ് ഒക്കെ നമ്പർ മാത്രമാണ്. ഈ 500 പേരുണ്ടെങ്കിലും ചിലപ്പോ അതും കൊണ്ട് ചിലപ്പോ 5 മില്യൺ അല്ല 5 ലക്ഷം ഒക്കെ വീഡിയോ വരും. ഫോളോവേഴ്സിനൊന്നും വലിയ കഥയില്ല. ഇടുന്ന കണ്ടന്റ് അത് ജനങ്ങളിലേക്ക് എത്തുക, നോക്കുക, അത്രേ ഉള്ളൂ സംഭവം. ഇനി ചോദിച്ചോ? അല്ല, ഇവിടെ എനിക്കധികം പണിയെടുക്കേണ്ടി വരില്ല. അതല്ല പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ആവണമെങ്കിൽ നമ്മൾ തന്നെ ആവണം. ആരും ഒന്നും ആക്കില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും താന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടെ നടക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ അതിജീവിച്ച് ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലത്തെ പൗർണമി ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ദൈവമേ എന്നെങ്കിലും ഇങ്ങനെ നടന്നു പോകുമ്പോ എന്നെ ഒന്ന് ആരെങ്കിലും കണ്ടിട്ട് തിരിച്ചറിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലായിരുന്നു സിനിമാ സംവിധായകൻ. പിന്നെ കുറച്ചാൾ ഈ വീഡിയോകളൊക്കെ കണ്ടു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ ആൾക്കാർ ഇങ്ങനെ നടന്നു സമയത്ത് ഇങ്ങനെ നന്നായി ഒക്കെ നോക്കി പോകും, അങ്ങനെയൊക്കെ നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കേ ഇനിയിപ്പൊ അപ്പോഴും എനിക്ക് ചിന്ത പോണില്ല. അപ്പോഴും ഞാൻ ഏതെങ്കിലും വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ചെന്നിട്ട് നോക്കിട്ട് എന്റെ മുഖത്ത് വല്ലത് ഇരുന്നിട്ട് നോക്കിയിട്ട് പോണതാണോന്ന്. അതൊന്നല്ലാട്ടാ. ഇപ്പൊ ഒരു പൂരത്തിന് പോയാ, ഒരു പെരുന്നാളിന് പോയാ ആളുകൾ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്റെ പൊന്നെ കഴിഞ്ഞ ദിവസം നെമ്മാറ പൂരത്തിന് പോയപ്പോഴേ പിള്ളേര് കുറച്ചിങ്ങനെ കള്ള കുടിച്ച ഭയങ്കര സ്നേഹം. ഓടി വന്നിട്ട് ഇവിടെ ഒരു കടി ഫോട്ടോ ഒഴിക്കാൻ ഒരു കുത്തും പള്ളക്ക് സ്നേഹം കാരണം. അങ്ങനെ അതൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന് ലോകത്തില് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സൗഭാഗ്യം പോലെ ഒരു വ്ളോഗർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത്ര പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുക, നമ്മളതാ പരമാവധി ശ്രദ്ധിച്ചാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ല, പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് പോകുന്നത് അത് നോക്കണ്ട. ഒരുപാട് ജീവിത സാഹചര്യങ്ങളും ഞാന് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, കെട്ടിട പണിക്ക്, അതുപോലെ തന്നെ ടൈൽസിന്റെ കമ്പനിയിൽ ഇത് പോയിട്ടുണ്ട്, മരം കയറാൻ പോയിട്ടുണ്ട്, കുരുമുളക് പറിക്കാൻ പോയിട്ടുണ്ട്, ഒരു എല്ലാ പണിക്കും കരിങ്കല്ല് പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു പോയതാ. അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ. അധ്വാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു അതിനെ കുറിച്ച് ചിന്തിക്കും. കാരണം അതൊരു സാധനം ചെയ്യുമ്പോൾ അതെങ്ങനെയാ ഏതാതിനെ കുറിച്ച് ഇപ്പൊ വളരെ ശ്രദ്ധിച്ചപ്പോ നമ്മൾ കണ്ടന്റ് എടുക്കാറുള്ളൂ. കാരണം ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലിൽ പോലും എന്താ പറയാ, ജോബി നീ ഒരു വീഡിയോ ഇട്ട പിന്നെ ഞങ്ങളാകെ പെട്ടു, പിന്നെ അതിന് ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയും. ഒരു കാലത്ത് ഞാൻ ഇവരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കട്ടിങ്സ് ഒക്കെ കൊണ്ടുപോകും, ഒരു വീഡിയോ ചെയ്തൊരു വാർത്ത ചെയ്യാന്ന് ചോദിച്ചാൽ. പക്ഷെ അവരൊക്കെ സ്നേഹമാണ്. കാരണം അവർക്ക് ചില കാര്യങ്ങൾ അന്ന് ചെയ്തു തരാൻ പറ്റിയിരുന്നില്ല, എനിക്ക് ഇപ്പൊ ചെയ്തു കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ അതിനൊരു കാരണം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കാന്നാണ്. ഒരുപാട് സർവീസസും അതുപോലെ ജോബി ചേട്ടൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ അതൊന്നും പറയുന്നത്. ഇപ്പൊ നമ്മളെ ഒരു മാസമാകുമ്പോ നമ്മളെ വിശ്വസിച്ച് ഡയാലിസിസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന എന്റെ കൂടെ നിൽക്കുന്നവര്,
ഓരോ മാസം ഡയാലിസിസ് അല്ലെങ്കിൽ ആശുപത്രി കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അത് ഒന്നും നമ്മൾ അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അത്രയും വരുമാനം ഇതിൽ ഉണ്ടാവും. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് വലിയതല്ലെങ്കിൽ കൂടി ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റത് അണ്ണാർക്കണ്ണ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില ചാരിറ്റി വീഡിയോകളൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റണില്ല. നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ 33 കൊല്ലം പാമ്പും പല്ലിയും പഴുതാരിയും എലിയും ഒക്കെ ഉള്ള ഒരു ഓല മേഞ്ഞ സ്ഥലത്ത് കിടന്നിട്ട് ഇന്നിപ്പോ ഒരു ടെറസിട്ട വീട്ടിൽ ഒരു AC റൂമിലേക്ക് എനിക്ക് കിടക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ദൈവം കാണുന്നത് ദൈവം തന്നുകൊണ്ടാണ്. ഇന്ന് നാളെ കാലത്ത് ജോബി ചോന്നമണ്ണിന്റെ പേജില്ലെങ്കിൽ എല്ലാം തീർന്നു. പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയതും തന്നതൊക്കെ മതി. ഇനി നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ ഹാപ്പിയാണ്. പട്ടിണി കിടക്കാത്ത രീതിയിലേക്ക് ദൈവം, വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കുറെ ആളുകളുടെ കുറെ സ്നേഹവും പിടിച്ചു പറ്റാൻ പറ്റി. കുറെ ചേച്ചിമാരങ്ങനെ പോകുമ്പോ എല്ലാവരും വന്നേ നമ്മളിങ്ങനെ നോക്കണു കാണുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെ ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ നുള്ളി നോക്കിയത് എന്നോട് തന്നെയാണ് അതൊക്കെ പറയുന്നത്. പിന്നെ കുറെ ആൾക്കാർ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ് ഇടാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ അവരെ കൈയില്ലെങ്കിൽ തന്നെ അവർ അടുത്ത വീട്ടിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് അവരത് ചെയ്യും. അതിലൊന്നും നമുക്ക് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമോ കൊടുത്താറില്ല. ഞാൻ കമന്റ് ഇടണമെന്ന് നോക്കാറില്ല. കമന്റ്സിനോടൊക്കെ എങ്ങനെയാ പ്രതികരിക്കണം? ഒന്നുമില്ല, അത് അതിന്റെ വഴികൾ പോകും. അത് അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല. അവർക്ക് വേണ്ടി നമ്മൾ മാറാന്നുള്ളതാണ്. അത് അതിന്റെ വഴി കൂടെ പൊക്കോട്ടെ. ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല, പരമാവധി ഞാൻ നോക്കാറില്ല. അത് അതിന്റെ വഴി കൂടെ പോകും. 1,00,000 പേര് ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ 100 പേര് നെഗറ്റീവ് കമന്റ് ഇട്ടാ ബാക്കി 9,900 തെറ്റി. കണക്ക് തെറ്റി. എത്രയാ? 9 ലക്ഷം തെറ്റി. എത്രയായിരുന്നു പറഞ്ഞത്? അതല്ല, അത് കയ്യിൽ പോയി. കണക്കിലും ലേശം കണക്കിൽ വീക്കായതുകൊണ്ടാണ്. ഞാനും കണക്കിൽ ഇത്തിരി വീക്കായതുകൊണ്ട് നമുക്ക് ആ വിഷയം കൂടെ വിടാം. അത് വിട്ടോ. ഇനി അടുത്തത് ചോദിച്ചോ. നമുക്ക് പോസിറ്റീവായിട്ട് ഭവിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് അതേപടി ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് വിഷമിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കാറില്ല ഇപ്പൊ. കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് നമുക്ക് ദോഷമായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഒരു 1000 നല്ല കാര്യം ചെയ്തിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടും നമ്മൾ ഒരു കാര്യം ചെയ്താ നമ്മളാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. അത് ശരിയല്ല, നമ്മൾ തെറ്റാ. അത് ലോകം അങ്ങനെയാന്ന്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ അതിന് വേണ്ടി തന്നെ ഇരിക്കും. അവരതിന്റെ വഴിക്ക് അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് മാറുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ ആൾക്കാരുടെ മെന്റാലിറ്റിയിൽ? അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റം അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഇന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് തോന്നുന്നുണ്ടോ ജോബി? പ്രത്യേകിച്ച് എന്താ, ചിന്താഗതി ഒക്കെ താളം തെറ്റിയിട്ടുണ്ട്. താളം തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തകർക്കാനൊക്കെ ഒരു സോഷ്യൽ മീഡിയ പറ്റും. അതുള്ളത് നന്നായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്നവരെ നന്നാവണുള്ളൂ, നിലനിന്ന് പോകണുള്ളൂ. എത്രയോ വലിയ വലിയ ബ്ലോഗർമാര് വന്ന് അവര് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു രാഷ്ട്രീയോ മതോ കാര്യങ്ങളൊന്നും ഇതില് ഉൾപ്പെടുത്താതെ നമ്മള് ഒരു കലാകാരന്മാരെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മുഖം ഒന്ന് കാണാനും എന്റെ ഒരു പത്രത്തിൽ ഇത് വരാനും ഞാൻ അലഞ്ഞോടത്ത് കൈയും കണക്കൂല. ഇന്ന് എന്നിലൂടെ 100 കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ചാനലിൽ കൂടെ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പല ആളുകളും എന്താ പറയാ, പല ആളുകളുടെയും തലവരെ തന്നെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അതായത് ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന പല കുടുംബങ്ങളെയും, അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടല്ല, അവർ തുടങ്ങുന്ന ഒരു ബിസിനസ് ആയാലും അവരെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുണ്ട്. ഇന്ന് നമ്മൾ എന്തെങ്കിലും രീതിയിൽ സ്ഥാപനത്തിന് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായുള്ള പ്രതിഫലം മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മളൊരു വിഹിതം എടുത്തിട്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇതില്. ഇതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നേ. സിനിമയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമയിലേക്ക് എങ്ങനെയാണ് ഇനി ഒന്ന് ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റുമോ? അതായത് ഞാന് എന്റെ മനസ്സിൽ സിനിമയുണ്ട്, പക്ഷെ ഒരു 4-5 കൊല്ലമായിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഒരു 10-15 സംവിധായകനും സംവിധായകം ചെയ്യാനാ, അല്ല അഭിനയിക്കാൻ ഈ ബോധ വെച്ചിട്ട് എന്തിട്ടാ? നല്ല സുന്ദരമായിട്ടുള്ള ബിരിയാണി മേടിച്ചു തരാം. അതെ, അതല്ല, സംവിധാനമാണ്. ഞാൻ പറഞ്ഞു 15ഓളം ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്ട് ചെയ്തു. അത് തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ, അത് പോലീസുകാരും അവരൊക്കെ അഭിനയിപ്പിച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ചെയ്തു. അത് ഒരുപാട് തിയേറ്ററിൽ ജോബി ചോന്നോണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു രാംദാസ് തിയേറ്ററിലൊക്കെ. ഇനി അതേപോലെ ഒരു സിനിമ, അത് അതിന്റെ സമയം കാര്യങ്ങളൊക്കെ ആകുമ്പോ ഞാൻ എപ്പോഴും നമ്മള് എന്തിനു വേണ്ടി ഓടിയാലും ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കേണ്ടതായിട്ടൊരു സമയം ഉണ്ടെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം അത് നടക്കുള്ളൂ. നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും അത് നടക്കില്ല. അപ്പൊ സിനിമയ്ക്ക് ഒരു സമയമുണ്ട്, ഞാൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ദൈവികമായിട്ട് നടക്കുകയാണെങ്കിൽ അത് നടക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ യാത്ര ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ടൈം ഉണ്ടായില്ലോ, അതോടൊപ്പം നല്ല എന്താ പറയാ മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന
ഒരു ടൈമും ഉണ്ടാവും. ആ ഒരു 2 സമയങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അല്ല, അവസ്ഥ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ചെരുപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷൂ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഷർട്ട്, ഇതൊന്നും ഇടാനില്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെളിക്കുഴിന്ന് കയറി വന്ന ഞാൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എന്നെ ഇപ്പൊ ചില ആൾക്കാർ എന്താ പറയാ, ഞാൻ അവരോട് പറയും ഭാരതപ്പുഴയിൽ മണലെറിഞ്ഞ് പേടിപ്പിക്കില്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാനൊന്നുമില്ല. ഒരു മനുഷ്യനെ അനുഭവിക്കാതെ അപ്പുറത്തൊക്കെ അനുഭവിച്ച് കയറി വന്നത് കൊണ്ട് എന്നെ തളർത്താനും പറ്റില്ല. ആദ്യം എനിക്ക് വിഷമായിരുന്നു, നെഗറ്റീവ് കമന്റ് വന്നു, ദൈവമേ ഇത് എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ശീലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുപോയി. നല്ല ടൈമും നല്ല ടൈം ഇപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് നല്ല ടൈമാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ നേരത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് എപ്പോ വേണമെങ്കിലും പോവാം. അത് മോശമായി പോവാം. അത് നമ്മൾ പോവാണ്ട് പരമാവധി നോക്കാം. നമ്മൾ ഇതൊന്നും ജനങ്ങളെ ഇതല്ല, നമ്മുടെ ഒരു മനസാക്ഷി സാധനം. നമ്മൾ ചിലപ്പോ സത്യം പറഞ്ഞാലും അത് കള്ളാണ് നുണയാണെന്നാണ് മറ്റുള്ളവർ ഇതാവുള്ളൂ. നമുക്ക് നമ്മളോടുള്ളൊരു ഒരു വിശ്വാസതയും അതുപോലെ ആത്മാർത്ഥതയും ഉണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ തന്നെ ഉള്ളൂ. ഫാമിലി എങ്ങനെയാണ്, സപ്പോർട്ടീവ് ആണോ? ഫാമിലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. വൈഫ് ഇസ്രായേലിലാണ്, പിന്നെ മോള് ഈ പറഞ്ഞ പോലെ വയനാട്ടില് ഭാര്യ നിന്ന് പഠിക്കുന്നു. അവര് കൂട്ടത്തിൽ ഇങ്ങനെ പൊക്കോളും. ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാണ്ട്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും വല്ല പണിക്ക് അല്ലെങ്കിൽ ഞാൻ കെട്ടിട പണിക്ക് ഒക്കെ പോവാന്ന് പറയുമ്പോ ആ പൊക്കോ. കാരണം ജീവിക്കാൻ മാർഗമില്ല. ഞാനിങ്ങനെ കാലത്ത് ഇറങ്ങും, സിനിമ ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും, വൈകുന്നേരം വരുമ്പോ കാലിയായിട്ട് വരും. അവർക്ക് ഇതില്ല. ഇന്നിപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ജീവിക്കാം എന്നുള്ള ഇതായി കഴിഞ്ഞപ്പോ അവരും ഇവിടെ കൂടിയുണ്ട്. പക്ഷെ അവർക്ക് വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ പണ്ടൊന്നും നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവര് പറയും, എവിടെയെങ്കിലും ചെല്ലുമ്പോ ജോബി ചുവന്നമണ്ണിന്റെ നാട്ടിലല്ലേ എന്ന് ചോദിക്കും. എന്റെ അനിയനൊക്കെ കഴിഞ്ഞ മൂന്നാറിൽ ചുവന്നമണ്ണ് എന്ന് പറയുന്ന ഒരിടം ശരിക്കും ഫേമസ് ആയത്. ചുവന്നമണ്ണ് എന്ന് പറഞ്ഞ പേരിട്ടെന്ന് കഷ്ടകാലത്തിന് ഞാൻ ചുവന്നമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ പാലക്കാട് കുതിരാൻ തരംഗത്തിനേക്കാൾ മുമ്പ് ഒരു സ്ഥലം. അത് എങ്ങനെയോ പണ്ട് ഇട്ട് വന്നപ്പോ ജോബിയുടെ കൂടെ ചുവന്നമണ്ണ് ഇട്ട്. ശരിക്കും വീട് അവിടെയാണോ? ഓഹോ, അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. എങ്ങനെയാണ് ആദ്യമൊക്കെ ഈ വീഡിയോ ചെയ്യുമ്പോ ജോബി ചെയ്യുമ്പോ ഇപ്പോഴാണ് ഞാനിപ്പോ നമ്മുടെ കൂടെ പിള്ളേരിൽ ആദ്യം നമ്മളിപ്പോ ഈ ഫോണിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കും. അപ്പൊ നമസ്കാരം, ഞാൻ ജോബി ചോദിച്ചു പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതുപോലെ പൗർണമിയോട് ചോദിക്കും, പൗർണമി എന്താ വിശേഷം, പൗർണമി എന്താ ചെയ്യണേ, പൗർണമിയുടെ ആ പാട്ടൊന്ന് പാടി പാട് പാട് പാട്ട് പാട്. പുലർമഴയിൽ പൊളിച്ചു. എന്നോട് പ്രണയമൊന്നുമില്ലോ, കല്യാണം കഴിഞ്ഞല്ലേ, ഒരെണ്ണം കഴിച്ചാണ്. അതായത് ഈ മഴ സമയത്ത് പാടാൻ പറ്റിയ പാട്ടാ. അങ്ങനെയായിരുന്നു എന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ തന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയാം. അടുത്ത കാലത്താണ് എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ച് അങ്ങനെ അങ്ങോട്ട് പോയത്. എഡിറ്റിംഗ്സിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകും? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പിന്നെ മറവിയാന്ന്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പോയത് പോലെ ഞാൻ മറന്നു പോവാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ എവിടെ വെച്ചെങ്കിലും നമ്മൾ കണ്ടാലും മനസ്സിലാവില്ല. എന്റെ ഒരു പ്രശ്നം ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാം, എനിക്ക് ഭയങ്കര മറവി. ഫോൺ കോളുകൾ ഒരു ദിവസം 500-ലധികം കോളുകൾ വരും. പിന്നെ എനിക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മ കിട്ടണില്ല ആരാ വിളിച്ച എന്താ. അതെന്റെ ഒരു പ്രശ്നമാണ്. എന്നെ ഇന്നലെ കണ്ട, ഇന്നിപ്പോ പൗർണമി നാളെ വന്നിട്ട് ചോദിച്ചേട്ടാ ഇന്നത്തെ പരിപാടി അടിപൊളിയായിട്ട് നമ്മുടെ നന്നായി സംസാരിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ നന്നായി സംസാരിച്ചു. പൗർണമി എവിടെ വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്കിത് പിടുത്തം കിട്ടണ്ടേ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്റെ അഹങ്കാരോ ഇതൊന്നുമല്ല. ഇപ്പോഴും ഞാൻ പറയണു, ഞാൻ വെറും സീറോ. എന്നെ സംബന്ധിച്ച് ഒരു വ്ളോഗർ എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന് പറയാനോ നന്നായി ഒന്നും സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. ദൈവം സഹായിച്ച് ദൈവത്തിന്റെ കഴിവ് കൊണ്ടും കൃപ കൊണ്ടും കുറച്ച് നല്ല ആളുകളുടെ സ്നേഹം കൊണ്ടും എന്തൊക്കെയോ ചെറിയ വീഡിയോകൾ ചെയ്തു പോകുന്നു. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതില് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. വെറും വട്ടപൂജയാണ് ഞാൻ. ഇതൊന്നും ഇവിടെ വന്ന് ഇരിക്കാനുള്ള യോഗ്യത പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല. ശരിക്കും അത് പ്രേക്ഷകരെ ഏറ്റെടുത്തത് കൊണ്ടാണല്ലോ. എന്തായാലും നമ്മള് വിളിക്കണമെങ്കിൽ ജോബിയേട്ടനെ കണ്ട പ്രേക്ഷകർ മുഴുവനും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് കൊണ്ടാണല്ലോ. കുറെ ആൾക്കാർ വിളിച്ച് നന്നാവുണ്ട്, വളരെ സന്തോഷമുണ്ട്, എപ്പോഴൊന്ന് കാണാൻ പറ്റുക. അതൊക്കെ പറയുമ്പോ നമ്മൾ ദൈവം ഇതൊക്കെ വീട്. ഇനിയിപ്പോ ഞാൻ എപ്പോഴും കാലത്ത് എനിക്ക് സ്വപ്നമാണ്. പിന്നെ ഒരിക്കലും നമ്മൾ വന്ന വഴികൾ മറക്കാതിരിക്കുക. ജീവിതത്തില് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മിക്ക സമയങ്ങളിലും പുലർച്ചെ എഴുന്നേറ്റ് ദൈവമേ ഞാൻ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ കാര്യം ദൈവം തന്നതാ, ഇതിനൊക്കെ നമ്മൾ യോഗ്യനാണോ, അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ കടന്ന കട്ടിലേക്ക് കിടക്കുമ്പോ ഇത് ഇത്രയും നല്ലൊരു കട്ടില് എന്താ പറയാ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്ന പോലെ നമ്മള് യോഗ്യത നമുക്ക് ഉണ്ടാ, ഞാൻ തന്നെയാണോ ഇത് എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുക. പഴയ കാലങ്ങളും വന്ന വഴികളും നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്.
അല്ല തീർച്ചയായിട്ടും നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഒരു ഫലം തന്നെയല്ലേ ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കണം. തീർച്ചയായും ഞാൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പേടിച്ച് ഉപ്പാട് അതായത് പോയിട്ടാ എനിക്ക് ഇനി ഒരു പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ സ്റ്റോറീസോ മാറ്റി ജോബി ചുവന്നമണ്ണിൽ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ആങ്കർ ആക്കോ എന്നുള്ളൊരു പേടിയാണ്. പറയാറ് എനിക്ക് ഇപ്പോഴും കാലൊക്കെ ഇപ്പോഴാണ് കാല് കൂട്ടി വെച്ചാണ് ഇത് ഇടിക്കണത് കാണാതിരിക്കാൻ വേണ്ടിട്ടാ. അത്ര സംസാരപ്രിയനാണ്. മൈക്ക് ഇപ്പൊ സംസാരിക്കും. മൈക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ഇത്തിരി പേടി പറയാം. മൈക്ക്, പാമ്പ്, ഈ ക്യാമറ, ഇത് മൂന്നും എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും നമ്മളൊരു ഇന്റർവ്യൂ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ട്, ക്യാമറ കണ്ടാൽ എല്ലാവർക്കും പേടിയൊന്നും തോന്നില്ല കേട്ടോ. ഇതിപ്പോ ധൈര്യമായിട്ട് എനിക്ക് പറയാലോ, ഇതിലെ ഓടാം അതിലെ ഓടാലോ. പ്രതികരണമൊന്നും പിടിച്ചു നിർത്തില്ല, കുഴപ്പമില്ല അല്ലെ, ആരും കുഴപ്പമില്ലാത്ത ആളുകളാണ് അല്ലെ. എന്തായാലും നമ്മുടെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് ഒരു അവസരം തന്നേരം തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാനിപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ ജോബി ചുവന്നമണ്ണ് ആയില്ലെങ്കിൽ ഇന്നും ഞാൻ ഇപ്പോഴും ആ കരിങ്കല്ല് ചോക്കാനും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ആ ഒരു എന്തോ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് പോയെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് പോയെങ്കിൽ, ഞാൻ ആലോചിച്ചു ഇനി എനിക്ക് തിരിച്ചു പോയാൽ കരിങ്കൽ പണിക്ക് പോകാൻ പറ്റില്ല, പെയിന്റ് പണിക്കാൻ പറ്റില്ല, ഈ ശരീരം വെച്ചിട്ട് എന്നെ കൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല, വേർപ്പിന്റെ അസുഖങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇനി മുന്നിലേക്ക് പോകാം. നമ്മൾ പറ്റുന്ന ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, അല്ല ഇപ്പൊ നമുക്കും ഉണ്ടാവില്ല. നമ്മൾ ചില റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് ഒന്നും വരുന്നില്ല, അപ്പൊ നമുക്കൊരു ഫെഡപ്പ് ഫീലിംഗ് വരും. ബ്ലോഗർമാർ അങ്ങനെ തളരണ്ട, അത് ചെയ്തോണ്ടിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിത്തെറിച്ച് കയറിയാൽ മതി നമ്മുടെ തലവര മാറാൻ വേണ്ടിട്ട്. പിന്നെ പണ്ടത്തെ പോലെയുള്ള റവന്യൂ ഒന്നും ഈ പറഞ്ഞ സംഭവത്തിൽ ഒന്നും ഇല്ല. പണ്ടൊക്കെ ഉണ്ടാക്കിയതും കിട്ടിയവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇടിഞ്ഞു, എല്ലാവരും ബ്ലോഗർമാരാണ് തുറന്ന് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടേ. അത്രേ ഉള്ളൂ. ജോബിയേട്ടൻ വളരെ കുറച്ച് സംസാരിക്കണ കാരണം എനിക്കും അധികം സംസാരിക്കേണ്ടതില്ല അല്ലെ. അല്ല ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോ. ഒരുപാട് കാര്യങ്ങൾ ഇനി ചോദിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടിയിട്ട് ഒരുമിച്ച് ഉത്തരാക്കി ചേട്ടൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു പ്രശ്നമല്ലേ. ഞാൻ പണ്ട് ഇന്ത്യ വിഷനിൽ ഇന്റർവ്യൂ പോയ സമയത്ത് ഇങ്ങനെ ആ ചേട്ടന്റെ പേര് ഞാൻ മറന്നു, ഞാൻ ഇങ്ങനെ തുരത്തരാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ആള് പറയാ എനിക്കൊന്ന് ഇടയിൽ കയറി ഒന്ന് സംസാരിക്കാൻ, എന്തോ ആള് പറഞ്ഞു. അപ്പൊ അവസരം തരുമെന്ന്. അത്ര പ്രശ്നം, സംസാരിക്കാൻ തുടങ്ങി നിർത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ആ ഗസ്റ്റ് വന്നിട്ട് എല്ലാ ഒറ്റ ചോദ്യത്തുമ്മേ എല്ലാ ആൻസറും പറഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് വീട് ചുവന്നമണ്ണ്, ഡാഡി ഇപ്പൊ ലോട്ടറി പണി, ഭാര്യ, ഒരു മോള്. ഈ പറഞ്ഞ പോലെ പണ്ട് തുടങ്ങിയത് ഒരു ഓട്ടോറിക്ഷ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുക തന്നെയാണ്. അതുപോലെ ഷോർട്ട് ഫിലിമിയും തുടങ്ങി അഭിനയഭ്രാന്തായിരുന്നു. അതിനുവേണ്ടി പത്രം തുറന്നു നോക്കുന്നത് പോലെ ഒരു കാലത്ത് ഇന്ന പോലെ ഒരു അഭിനേതാവിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് ആ ഒരു മാറി നിന്നുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പേജിൽ ഇടാൻ തുടങ്ങി. അവിടെ നിന്ന് അത് 100,000, 200,000, ഇപ്പൊ 1,00,000, 10,00,000, 12 മില്യൺ ഒക്കെ കണ്ട ഒരു വീഡിയോയിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചത് കൂടെ നിൽക്കുന്ന ജനങ്ങളാണ്. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരും കൊണ്ടാണ് സംഭവിച്ചു പോയതാണ്. ചില കാര്യങ്ങൾ പുറകിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ശരിയാണോ സംഭവിച്ചാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഒരു 5 മിനിറ്റോട് കൂടിയിട്ട് പുള്ളിയുടെ ഒരു ഫുൾ സമ്മറി അങ്ങോട്ട് പറഞ്ഞു. അത്രേ ഉള്ളത്, കൂടുതലൊന്നും പറയാനില്ല. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ കണ്ണൂർ പോയിട്ടില്ല. കണ്ണൂർ പോയിട്ടില്ല. വയനാട് ഭാര്യയുടെ വയനാട് കുറെ കണ്ടന്റുകള്, അതേപോലെ ഈ പറഞ്ഞ പോലെ കട്ടപ്പന, പിന്നെ തൃശ്ശൂര്, അങ്ങനെ പാലക്കാട്. എങ്ങനെയാണ് ഈ പുതിയ പുതിയ കണ്ടന്റ്സ് പലയിടങ്ങളിൽ നിന്നും ഞാൻ പറയട്ടെ, ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. 5 ലക്ഷം ആൾക്കാരുടെ കയ്യിൽ ഫോൺ നമ്പർ എടുക്കുക. ഇത് ഇങ്ങനെ അവർക്ക് കാലനവും ഞെക്കി കഴിഞ്ഞാൽ അപ്പൊ എന്റെ അടുത്തേക്ക് വരും. ആവശ്യമില്ലെങ്കിൽ രാത്രി വിളിക്കും. 9 മണി കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആക്കി വെക്കട്ടെ, കാരണം രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ടമാനം ആൾക്കാർക്ക്, പക്ഷെ നമുക്ക് ചിലത് ചെയ്തു കൊടുക്കാനും പറ്റില്ല. കണ്ടന്റ് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ഈ ആൾക്കാർ മുഴുവൻ വിളിക്കും. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഒരു കഴിവാ. ഞാൻ ഇവിടുത്തെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ഞാൻ 2 കണ്ടന്റ് ഉണ്ടാക്കും. കണ്ടന്റ് ഉണ്ടാക്കുന്ന റോഡ് സൈഡിൽ, അത് കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിന് ദൈവം ഒരു കഴിവ് കൂടി തന്നുപോയി. എങ്ങനെയാണ് ദൈവം അത് അങ്ങനെ തരത്തിരിച്ച ഒരു കണ്ടന്റ് കണ്ട, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഞാൻ നമ്മൾ നിന്നിപ്പോ ഈ ഒരു സ്ഥലത്തിന് നമുക്ക് രസമായിട്ട് ഉണ്ടാക്കാം. പൗർണമിന്റെ കണ്ടന്റ് അല്ലേ. അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരു ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ യാത്രയിലൊക്കെ കാണുന്ന കാഴ്ചകള്, പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും. കാരണം ഇപ്പോ അവർക്കറിയാം ജനങ്ങളെ എത്തണമെങ്കിൽ നമ്മളെ പോലെയുള്ള ഒരുപാട് നല്ല വ്ളോഗർമാരുണ്ട്. അപ്പൊ അവരിലൂടെ എത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി ഒരു ചോദ്യം ഉള്ളത്, ചാരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും പല ആളുകളും വളരെ സീക്രറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അത് റിവീൽ ചെയ്യാനായിട്ട് എല്ലാവരും അങ്ങനെ വില്ലിങ് ആവില്ല. അപ്പോൾ ജോബി ചേട്ടൻ ചെയ്യുന്ന പല ചാരിറ്റി കാര്യങ്ങളും വില്ലിങ് ആയി ഇപ്പൊ ഓൾറെഡി അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ആ ഒരു പാട്ടിനോട് എങ്ങനെയാണ് അത് ചില കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് കണ്ടാലാണ് ഒരു പക്ഷേ
പൗർണമിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പൗർണമി അത് ചെയ്യണ കണ്ടാലാണ് ഒരു പക്ഷേ വിനീതിന് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ചിലത് ജനങ്ങൾ അറിയണം. അറിയണം. അറിയാണ്ട് മൂടി വെച്ച അറിയണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി എല്ലാ കൊല്ലം ചെയ്യാറുള്ളതാ. അത് നമ്മളതൊന്നും പുറത്ത് കാണിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ഒരുപാട് അപ്പാപ്പന്മാര് ഈ മഴ പെയ്യുമ്പോൾ തണുത്ത് പറിച്ച് കിടക്കുന്ന മഴ ഒലിച്ച് അവർക്കൊന്നും പുതയ്ക്കാൻ പുതപ്പില്ല. ഞാൻ എല്ലാ കൊല്ലം കൊണ്ടുകൊടുക്കും. ഞാൻ ആ വീഡിയോ ആക്കി ഇടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണു കഴിയുമ്പോ അവർക്ക് ഇതല്ലെങ്കിൽ തന്നെയായാലും മറ്റൊരു തരത്തിൽ ഏതെങ്കിലും കുറെ കാശ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല കേട്ടാ. നിന്ന നിപ്പിൽ നോക്കിയാൽ കുഴഞ്ഞു വീണ് പരിപാടി തീർന്ന കാലാണിത്. അപ്പൊ ഇതിലൊന്നും നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. പണം ഒന്നുമല്ല. നാളെ നേരം വിളിക്കുമ്പോൾ ഞാനുണ്ട് പൗർണമി ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഉള്ള കാലം പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിച്ചാണ് മുന്നോട്ട് പോവുക. അത് തന്നെ പറ്റുള്ളൂ. അതിന്റെ ഒരു പുണ്യം നമുക്കോ നമ്മുടെ മക്കൾക്കോ ഒക്കെ കിട്ടും. കുറെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാ ജീവിക്കണമെങ്കിൽ പൈസ വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ജോബി ചുവന്നമണ്ണ് എന്നൊരു പച്ചയായ മനുഷ്യനെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത്. ചോപ്പായിട്ടാണ് അല്ല ഇന്ന് ചുവന്ന മണ്ണ് പച്ചമണ്ണ്. അങ്ങനെ അടിപൊളി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം പത്രത്തിലോ ടിവിയിലോ ഒന്നും മുഖം വരാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. പണ്ട് കാലത്തെ കല്യാണങ്ങൾക്ക് പോണ സമയത്ത് എന്താ ചെയ്യാന്ന് പറയും. പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെ ഒരുക്കാൻ ഒരു സെക്ഷൻ, ഈ ബട്ടൺസ് ഇടിക്കും, ഒരാളെ കൈന്റെ ഷോൾഡർ എടുത്ത് വെക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി നിൽക്കും. കാരണം എന്നെ ഒന്ന് ഫേമസ് ആവണം, ഞാൻ കാണുന്ന ആഗ്രഹമാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും ഇവരെവിടെ പിടിച്ചാലേ കുറച്ചു നേരം ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുക. ഓടി ചെന്ന് ഞാൻ നിൽക്കണം. എല്ലാരും മാറുമ്പോ ഓടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ ഈ ബട്ടൺസ് ഉണ്ടല്ലോ, ബട്ടൺസ് ഇങ്ങനെ അങ്ങോട്ട് ഊരും. ഇത് ഇടും, ഇത് മോളിൽ നിന്ന് ഒരു ഇടും. ഇതാകുമ്പോ കുറച്ച് സമയം കിട്ടും. അതൊക്കെ നോക്കിയിട്ട് കൈയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും. അവരപ്പുറത്തേക്ക് അങ്ങനെ മാറുന്ന സമയത്ത് കൈ ചെക്കൻ്റെ മാറ്റും. വിളിക്കാത്ത കല്യാണത്തെ കൂട്ടുകാരന്മാരെ കല്യാണത്തിനൊക്കെ പോകുന്നത്. അതേപോലെ ഒരു ചാനലിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കാന്ന് വെച്ചോ, അവിടെ എന്തോ കാര്യമായിട്ട് സംഭവം നടക്കുക. ഓട്ടോറിക്ഷ അങ്ങോട്ട് ഒതുക്കി ഇട്ടിട്ട് ഞാനും കയറി അങ്ങോട്ട് നിൽക്കും. തള്ളി 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 നിന്നിട്ട് എന്റെ ക്യാമറ ഇത് അവിടെ എന്ത് നടക്കണോ എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഒരു പ്രാന്ത് ഉണ്ടായിരുന്ന കാലം. ഈ ആളുകളുടെ മുഖം അല്ലെങ്കിൽ എന്റെ മുഖം ജനങ്ങളിലേക്ക് എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അത് ഞാൻ എവിടെയും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അലഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല. ശരിക്കും എല്ലാ വ്യക്തികളും അങ്ങനെയല്ല. ഇപ്പൊ ഞാനടക്കമുള്ള ആളുകള് പലരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. തീർച്ചയായിട്ടും എന്റെ മുഖം ഒന്ന് കാണുന്ന ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് പലരും പറയില്ല. ഒരു കാലത്ത് എനിക്ക് പ്രാന്തായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും പ്രായം ഇതൊക്കെ ആയി വന്നില്ലേ, ഒരു ഇരുത്തം വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു നമ്മുടെ ജോബി ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് തന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പ്രൊജക്ട്സ് ചേട്ടന് ചെയ്യാനായിട്ട് പറ്റട്ടെ, സിനിമകളിലേക്കും അതോടൊപ്പം ഒരുപാട് സർവീസസ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഈ ഒരു യാത്ര നല്ല സ്ട്രോങ് ആയിട്ട് പോട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥനയൊക്കെ നേരാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പൊ പൗർണമിയോടും നമ്മുടെ ചാനലിനോടും ഒരുപാട് നന്ദി. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്താ പറയാ, ഇനി ഒരു സിനിമയൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ വിളിച്ചോളാം. ഓ തീർച്ചയായിട്ടും. പ്രതികരണം നിത്യനും അതുപോലെ വിനീതൊക്കെ അല്ലനൊക്കെ ഉണ്ട്. എല്ലാരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.